തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപകൻ്റെതാണ് ഈ വാക്കുകൾ നമുക്കറിയാം. സ്നാപകൻ ഈശോയെ ലോകത്തിൻ്റെ മുമ്പിൽ, ജനത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പരാമർശത്തോടു കൂടിയാണ്. യോഹന്നാൻ സുവിശേഷം അങ്ങനെ അവതരിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. PVC ബൈബിളിൽ അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പാപം നീക്കുന്ന എന്നതിന് പകരം പാപം വഹിക്കുന്ന എന്നും വിവർത്തനം ചെയ്യാം. അത് രണ്ടും ഒരേ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപം കുഞ്ഞാട് നീക്കുന്നത് വഹിച്ചുകൊണ്ടാണ്. ഇതിന് പശ്ചാത്തലമായിട്ട് യഹൂദരുടെ ഒരു പാപപരിഹാര ആത്മീയ കൃത്യം, അനുഭവം, ആഘോഷം നമുക്ക് പരിചയമുണ്ടാവണം. ജനത്തിൻ്റെ മുഴുവനും പാപങ്ങൾ നീക്കിക്കളയുന്ന ഒരു കുഞ്ഞാടിനെ യഹൂദർക്ക് എല്ലാ വർഷവും ദേവാലയ പശ്ചാത്തലത്തിൽ പരിചയമാണ്. പാവപരിഹാര തിരുനാൾ അവരാഘോഷിക്കുമ്പോൾ ഒരു കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് സമൂഹത്തിന് മുമ്പിൽ, പുരോഹിതന് മുൻപിൽ, സമൂഹ മധ്യത്തിൽ നിർത്തും. അങ്ങനെ നിർത്തിയിട്ട് ജനം മുഴുവനും പ്രാർത്ഥനയുടെ നടുവിൽ അവരുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയാണ്. ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം ആ പുരോഹിതൻ ഈ കുഞ്ഞാടിലേക്ക് ആവഹിക്കുന്നു, പ്രാർത്ഥിച്ച് ആവഹിക്കുകയാണ്. അങ്ങനെ ജനം മുഴുവൻ്റെയും പാപം ഈ കുഞ്ഞാടിലേക്ക് ആവഹിച്ചിട്ട്, ആരോപിച്ചിട്ട് ഈ കുഞ്ഞാടിനെ അവർ പുറത്തേക്കിറക്കി നഗരത്തിന് പുറത്ത് വനത്തിലേക്ക് വിടുകയാണ്. അങ്ങനെ വനത്തിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന കുഞ്ഞാടിനെ കാട്ടുമൃഗങ്ങൾ പിടിച്ച് തിന്നുന്നു, കൊല്ലുന്നു. അതോടുകൂടെ തങ്ങളുടെ പാപങ്ങളെല്ലാം ഈ കുഞ്ഞാട് പുറത്തേക്ക് പോവുക വഴി വഹിച്ചു കൊണ്ടുപോയി തീർത്ത് കളഞ്ഞു എന്ന് അവർ കരുതിയിരുന്നു. പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാനായിട്ട്, മോചനം പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെ യഹൂദർ അനുഷ്ഠിച്ചിരുന്നൊരു ആത്മീയ ആചാരമാണിത്. ഈ ഒരു ആചാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്നാപകൻ ഈശോയാകുന്ന കുഞ്ഞാടിനെ അവതരിപ്പിക്കുന്നത്. സ്നാപകൻ പറഞ്ഞു, യഹൂദരുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപം വഹിച്ചു കൊണ്ടുപോയി നീക്കിക്കളയുന്ന കുഞ്ഞാടാണ് ഈ ഈശോ, ഈ വരുന്നത്. അങ്ങനെ ഈശോയെ പറ്റി അവതരിപ്പിക്കുകയാണ്. പാപം വഹിച്ചുകൊണ്ട് ഈശോയും നഗരത്തിന് പുറത്തേക്ക് പോയി കുരിശ് വഹിച്ചുകൊണ്ട് പോയപ്പോൾ നമുക്കറിയാം, അവിടുന്ന് തോളിൽ വഹിച്ച കുരിശ് വെറും ഒരു തടിക്കുരിശോ മരക്കുരിശോ ആയിരുന്നില്ല, മറിച്ച് ലോകം മുഴുവൻ്റെയും പാപങ്ങളാണ്. ഏശയ്യ 53 വായിക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ പേറിയത്. അതുമായിട്ട് നഗരത്തിന് പുറത്തേക്ക് പോയി ഗാഗുൽത്ത എന്നുള്ള കുന്നിൻ മുകളിൽ ചെന്നായ്ക്കൾ, കാട്ടുമൃഗങ്ങളെക്കാൾ മോശമായ ക്രൂരരായ മനുഷ്യമൃഗങ്ങളാൽ, പൈശാചിക പ്രേരണയ്ക്ക് ചെവി കൊടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാൽ ആക്രമിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് അങ്ങനെ ബലിയായിട്ട് തീർന്നപ്പോൾ ആ പരിഹാര ബലിയിലൂടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്, ഇവിടെ നീക്കപ്പെടുന്നു എന്നാണ് യോഹന്നാൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ഈശോയുടെ ബലിയെക്കുറിച്ചുള്ള മനോഹരമായൊരു ആത്മീയ വചന വിചിന്തനം ഇവിടെ നമ്മൾ കാണുകയാണ്. നമ്മൾ ഇന്ന് ഇത് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പാപം അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് നമുക്കറിയാം. 1 യോഹന്നാൻ 3:8 വാക്യത്തിൽ ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തി പാപമാണ്. അതേ അധ്യായം തന്നെ 7-ാം വാക്യത്തിൽ കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ
എന്ന് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത് കാണാൻ പറ്റും. 1 യോഹന്നാൻ 3 വഴി തെറ്റിച്ചുകൊണ്ട് പാപത്തിൽ വീഴിക്കുക. വഴി തെറ്റിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് പോവുക. അതുകൊണ്ടാണ് ഈശോ തന്നെപ്പറ്റി തന്നെ പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യോഹന്നാൻ 14 6-ാമത്തെ തിരുവചനം നമുക്കറിയാം. വഴിയും സത്യവും ജീവനുമാണ്. വഴി തെറ്റാതെ സത്യം മനസ്സിലാക്കി നീങ്ങുമ്പോഴാണ് ജീവനിലേക്ക് എത്തുന്നത്. വഴി തെറ്റി അസത്യത്തിലേക്ക് പോയാൽ മരണത്തിലാണ് അവസാനിക്കുക. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനായിട്ട് വന്ന ഈശോ പാപം വഹിച്ച് നീക്കി അതിനെ പോക്കുന്നു, പരിഹരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പാപം എന്നതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 408-ാമത്തെ ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഉത്ഭവ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവനും പാപ അവസ്ഥ വരുത്തിയിരിക്കുന്നു. ഈ പാപ അവസ്ഥയെ ലോകത്തിൻ്റെ പാപമെന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ അർത്ഥവത്തായി വിശേഷിപ്പിക്കുന്നുണ്ട്. ആ വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അപ്പോൾ സഭയുടെ ഈ മതബോധന ഗ്രന്ഥത്തിൽ സഭ പറയുകയാണ് 408-ാം ഖണ്ഡികയിൽ ഈ ലോകത്തിൻ്റെ പാപം എന്ന് പറയുന്നത് എന്താ? അതിനകത്ത് 2 കാര്യങ്ങൾ ചേരുന്നെന്ന് പറയുകയാണ്. ഒന്ന്, ഉത്ഭവ പാപം, ആദ്യ മാതാപിതാക്കളുടെ പാപം. അതുമാത്രമല്ല, രണ്ടാമത് സർവ്വ മനുഷ്യരുടെ വ്യക്തിപരമായ പാപങ്ങളും. അപ്പോൾ ഉത്ഭവ പാപം, ആദ്യ മാതാപിതാക്കളുടെ പാപവും, പിന്നീട് ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയ സകലരും വഴി സംഭവിച്ചു പോയ സകല പാപങ്ങളും, ഇവ രണ്ടും കൂടെ ചേർന്നിട്ട് ലോകത്തിൽ സംജാതമായിരിക്കുന്ന ഒരു പാപ അവസ്ഥയുണ്ട്. അതാണ് ഈ ലോകത്തിൻ്റെ പാപം എന്ന് പറയുമ്പോൾ വിവക്ഷിക്കുന്നത് എന്ന് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ ആദ്യ പാപം ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ വിവരണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യ പാപത്തെ തുടർന്ന് തമ്പുരാൻ പറയുന്നതായിട്ട് ഈ ആദ്യ പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ 3 തലത്തിൽ നമുക്ക് ഈ അനന്തര ഫലങ്ങൾ ഭവിഷ്യത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കുന്നു. അത് ആദ്യ പാപത്തെക്കുറിച്ച് മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെയും പാപത്തിനും ഇങ്ങനെ 3 തരത്തിലുള്ള ഭവിഷ്യത്തുകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പാപത്തിൽ ആദ്യ മാതാപിതാക്കന്മാർ പെട്ടപ്പോഴും അതിനുശേഷമുള്ള ഓരോ വ്യക്തി പാപത്തിലേക്ക് വന്നപ്പോഴും ആ ഓരോ പാപവും വഴി ഈ ലോകത്തിനൊരു പാപത്തിൻ്റെ ഘനീഭവിച്ച അവസ്ഥ വരുത്തി വച്ചിട്ടുണ്ട്. അത് 3 തലത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് തലം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ: നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കൊതികാലിൽ പരിക്കേൽപ്പിക്കും. നീയും സ്ത്രീയും തമ്മിൽ, പാപം ചെയ്യുന്ന വ്യക്തിയും സർപ്പവുമായുള്ളൊരു ബന്ധം അവിടെയുണ്ട്. അത് പാപത്തിൻ്റെ ബന്ധമാണ്. സർപ്പം, പിശാചിൻ്റെ പ്രേരണ ഒരു വ്യക്തിയിലേക്കാണ്. ആദം ഹവ്വ അവർ വ്യക്തിപരമായിട്ടാണ് പിശാചിന് ഉള്ളു തുറന്ന് കൊടുത്തത്. അവർ ചെയ്ത പാപം വ്യക്തിപരമായ തരത്തിലാണ്. ആ പാപത്തിൻ്റെ ഫലമായി അവരുടെ വ്യക്തി ജീവിതം പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോയി. യോഹന്നാൻ 8 നമ്മൾ വായിക്കുന്ന പോലെ, പാപം ചെയ്യുന്ന വ്യക്തി പാപത്തിൻ്റെ അടിമയാണ്. പാപം പിശാചിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തി പിശാചിൻ്റെ അടിമയായിട്ട് മാറുന്നു. അങ്ങനെ അടിമത്തിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതം മുഴുവനും താറുമാറാവുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഈ പാപം സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ആദവും ഹവ്വയും 2 വ്യക്തികളൊക്കെ അവർക്ക് ദൈവത്തിൻ്റെ പക്കലേക്കുള്ള അടുപ്പം വരുന്നില്ല, പരസ്പരമുള്ള അടുപ്പം അനുഭവപ്പെടുന്നില്ല. അവർ പരസ്പരം വെറുക്കുന്ന പോലെയായി. അതുവരെ എൻ്റെ മാംസത്തിൻ്റെ മാംസം, അസ്ഥിയുടെ അസ്ഥി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ആദ്യ ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും താല്പര്യമില്ലാതെ ആദം പുറകിൽ എവിടെയോ നിൽക്കുന്ന ഹവ്വയ്ക്ക് പുറംതിരിഞ്ഞ് നിന്നിട്ട്, നീ എനിക്ക് കൂട്ടി നിന്ന സ്ത്രീ എന്ന് പറഞ്ഞ് കുറ്റം ആരോപിക്കുന്നു. അത് കേട്ടുകൊണ്ട് ഹവ്വ ഇങ്ങനെ തലകുറിച്ച് നിൽക്കുന്നു. അവർക്കിടയിൽ പുഞ്ചിരിയില്ല, ഒരു ബന്ധമില്ല. അങ്ങനെ അവർക്ക് തങ്ങളെ തന്നെ നോക്കാൻ ഇഷ്ടമില്ല. അവർ ലജ്ജ അനുഭവപ്പെടുന്നു.
അവർക്ക് തങ്ങളെക്കുറിച്ച് തന്നെ അസ്വസ്ഥത തോന്നുന്നു, അത്തിയില കൊണ്ട് ശരീരം മറച്ച് അങ്ങനെ ആയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നാകുന്നു, പരസ്പരമാകുന്നു, തന്നോട് തന്നെ ആകുന്നു, ഭയം കയറി, അങ്ങനെയുള്ള എല്ലാ അവസ്ഥയിലേക്ക് അവർ ഞെരുങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 399 ഖണ്ഡികയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യത്തെ ഈ അനുസരണമില്ലായ്മയുടെ ദുരന്ത ഫലങ്ങളെ വിശുദ്ധലിഖിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദത്തിന് ഹവ്വയ്ക്കും അവരുടെ ഉത്ഭവവിശുദ്ധിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമാകുന്നു. ദൈവത്തെ അവർ ഭയപ്പെടുന്നു. ദൈവത്തെപ്പറ്റി വികലമായൊരു ധാരണ, ഒരു ഭയം അവരുടെ ഉള്ളിൽ കയറി വരുന്നു. അവർക്ക് ഉണ്ടായിരുന്നൊരു സന്തുലിതാവസ്ഥ നശിപ്പിക്കപ്പെട്ടു. ആത്മാവിൻ്റെ ആന്തരിക ശക്തികളൊക്കെ ശരീരത്തിൻ്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. സ്ത്രീപുരുഷ ബന്ധം സംഘർഷാത്മകമായി. ലൈംഗിക ദുരാശ ആധിപത്യം അവരുടെ ബന്ധങ്ങളിൽ പ്രത്യക്ഷമായി. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് തകർന്ന അവസ്ഥ, അതൊരു വല്ലാത്ത സമരത്തിലേക്ക്, ആന്തരിക സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചുവെന്ന് പിന്നീട് 407, 408, 409 ഖണ്ഡികളിൽ ഈ വേദപാഠ ഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് ഏതൊരു പാപത്തിന് സംഭവിക്കുന്ന ഈ ദുരന്തഫലങ്ങളുടെ ഒന്നാമത്തെ തരം. രണ്ടാമത്തെ തരം, ഈ ഒരു തലത്തിൽ നമുക്ക് മോചനം പ്രാപിക്കാനുള്ള മാർഗം അനുദപിക്കുക എന്നുള്ളതാണ്. അനുദപിച്ച പാപങ്ങൾ ഏറ്റുപറയുക. ഈശോ പറഞ്ഞില്ലേ, ദൈവരായി സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുവിൻ, പശ്ചാത്തപിക്കുവിൻ, പാപങ്ങൾ ഏറ്റുപറയും. ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം നമ്മിൽ നിന്നും നീക്കിക്കളയും ഈശോ, പാപം നീക്കുന്ന കുഞ്ഞാട്. അതുകൊണ്ട് നമുക്ക് നിരന്തരമായ അനുതാപം, ഏറ്റുപറച്ചിൽ, കുമ്പസാരം, അങ്ങനെ പാപമോചനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ജീവിതം നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കുന്ന വ്യക്തിയിൽ നിന്നും ഈ പാപത്തിൻ്റെ സാന്നിധ്യം ഈശോയാകുന്ന കുഞ്ഞാട് നീക്കി ആ വ്യക്തിയെ സ്വതന്ത്രമാക്കുകയാണ്. പിശാചിൻ്റെ എല്ലാ പ്രതി നശിപ്പിച്ചെടുക്കുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ. രണ്ടാമത്തെ ഒരു തലം ഇവിടെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ തമ്പുരാൻ പറയുന്നു, 17-ാം വാക്യം, ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ഈ സൃഷ്ടപ്രപഞ്ചം മണ്ണ് മുഴുവനും എതിരോടായി. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കലായമനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടി നിനക്കായി മുളപ്പിക്കും. അങ്ങനെ ഈ പ്രപഞ്ചം എതിരായി പോയ ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. അതേക്കുറിച്ച് ഈ മതബോധന ഗ്രന്ഥത്തിൽ 400-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്, ഇതര സൃഷ്ടികളുമായുള്ള പൊരുത്തവും ശിഥിലമായി. സൃഷ്ടപ്രപഞ്ചം മനുഷ്യന് അന്യവും വിരുദ്ധവുമായി. മനുഷ്യ നിമിത്തം സൃഷ്ടപ്രപഞ്ചം ജീർണതയുടെ അടിമത്തത്തിന് വിധേയമായി. ജീർണതയുടെ അടിമത്തം, അങ്ങനെ ഒരു ഫ്രൈസ്, ഒരു വാക്യ ശൈലി ഈ മതബോധഗ്രന്ഥം ഉപയോഗിക്കുന്നത് റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 18-19 വരെ തിരുവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ സൃഷ്ടപ്രപഞ്ചം ജീർണതയുടെ അടിമത്തത്തിന് വിധേയമായിരിക്കുന്നു. സ്വമേധയല്ല, പ്രത്യാശ കൊടുത്തതിനെ അധീനമാക്കിയതിൻ്റെ അഭീഷ്ടപ്രകാരം. അപ്പോൾ ഓരോ പാപവും വഴി, ആദ്യമതങ്ങളുടെ പാപം വഴിയായിട്ടും പിന്നെയുള്ള ഓരോ വ്യക്തികളുടെയും പാപവും വഴി നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നമ്മുടെ തന്നെ വാസസ്ഥലമായ ഈ മണ്ണും ഒരു പാപത്തിൻ്റെ ശാപത്തിന് പതിയുന്നുണ്ട്. നമ്മൾ ഈ വേദിയിൽ കഴിഞ്ഞു പോയ കുറേ സെഷനുകളിൽ സ്ഥലപരമായ വിശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അവിടെ ഈശോ പറയുകയുണ്ടായി, നിങ്ങൾ പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കണം. എല്ലാ സൃഷ്ടികളും സുവിശേഷം ആവശ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ പാപം ചെയ്യപ്പെടുമ്പോൾ പാപം ഈ പ്രപഞ്ചത്തിലെ മണ്ണിൽ, വസ്തുക്കളിൽ പതിയുന്നുണ്ട്. അങ്ങനെ പാപം പതിഞ്ഞ മണ്ണിൽ നിന്നും ആ പാപം തിരിച്ച് പ്രസരിച്ചിട്ട് അതിലെ നിവാസികൾ ദഹിച്ചു തീരുന്ന അവസ്ഥയുണ്ട് എന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 4 തിരുവചനങ്ങൾ നമ്മൾ വേദിയിൽ നേരത്തെ പരിചിന്തന വിഷയമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ തിന്മ പതിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് താമസിക്കാൻ പോലും മേലാത്ത അവസ്ഥയുണ്ടായിട്ട് ഒരു പരിധിക്കപ്പുറം തിന്മ പതിഞ്ഞു കഴിഞ്ഞാൽ ആ വീടും സ്ഥലവും പോലും വിജനമായി തീരുന്നു. സൊദോം ഗൊമോറ ജീവൻ്റെ യാതൊരു സാന്നിധ്യമില്ലാത്ത സ്ഥലമായിട്ട് കിടക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ബാധയുള്ള വീടുകൾ, വസിക്കാൻ കൊള്ളുകയില്ലാത്ത ഭവനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ജെറിക്കോ പ്രാർത്ഥന നടത്തി അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഭവനങ്ങളൊക്കെ വിടുവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനുകളിലൊക്കെ ഇവിടെ വിശദമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇനി 3-ാമത്തെ ഒരു തലവും കൂടിയുണ്ട്. ഈ ഉത്ഭവപാപവും
തുറന്നുള്ള വ്യക്തിയുടെ പാപവും വഴിയായിട്ട് പിശാചിന് അവസരം കൊടുക്കുന്ന, അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിതമിലേക്ക് വിട്ടുപോകുന്നതായിട്ടുള്ളത്. അത് നമ്മളിവിടെ 15-ാം വാക്യത്തിൽ, ഉൽപ്പത്തി 3:15 വായിക്കുന്ന ആ വാക്യത്തിൽ രണ്ടാമത്തെ ഭാഗമാണ്. നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും. അപ്പോൾ പാപം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമുള്ള ഒരു ദുരന്ത അനുഭവമല്ല പാപം സമ്മാനിക്കുന്നത്, മറിച്ച് നേരെ സന്തതികളിലേക്ക് വരികയാണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഉത്ഭവ പാപം എന്നുള്ള ഒരാശയം തന്നെ ഇതിൽ അടിസ്ഥിതമാണ്. ഉത്ഭവ പാപം ചെയ്ത വ്യക്തികളിൽ മാത്രമായിട്ട് പാപത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല. പാപം ചെയ്യുന്ന വ്യക്തിക്കാണ് പാപത്തിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ പാപം വഴി ഉണ്ടാകുന്ന ചില ദുരനുഭവങ്ങൾ, ദുരന്ത അവസ്ഥകൾ, കൃപ ചോർന്നു പോയ അവസ്ഥ, അത് പ്രജനനത്തിലൂടെ കൈമാറി വരുന്നു, തലമുറകളിലേക്ക് വരുന്നുണ്ട്. അവിടെ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിലെ പാപങ്ങൾ, പിശാചിൻ്റെ പ്രവൃത്തികൾ നീക്കണം, ഒന്നാമത്തെ കാര്യം. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ, വസ്തുവകൾ, വീടും പറമ്പും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പതിഞ്ഞുപോയ ഈ പൈശാചിക സ്വാധീനങ്ങൾ നീക്കണം, രണ്ടാമത്തെ കാര്യം. ഒപ്പം മൂന്നാമത്തേത്, തലമുറകളിലേക്ക് ആദ്യ മാതാപിതാക്കന്മാർ മുതൽ കൈമാറി വന്നിരിക്കുന്ന ദുസ്വാധീനങ്ങളുണ്ട്. ഇതേക്കുറിച്ച് നമ്മൾ അല്പം സമയം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏതാനും സെഷനുകളിൽ ഈ ഒരു കാര്യം ആഴപ്പെട്ട് വിചിന്തന വിഷയമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഈ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 404-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് ഖണ്ഡിക ആരംഭിക്കുന്നത്. ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് അവൻ്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്? ഒരു ചോദ്യമാണ്. ആദമല്ലേ പാപം ചെയ്തുള്ളൂ, പിന്നെ എങ്ങനെയാണ് അത് സർവ്വസന്തതികളുടെയും പാപമായിട്ട് ഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എൻ്റെ വിസ്തീർണം തരുന്നത്, പ്രലോഭകന് വഴങ്ങിക്കൊടുക്കുക നിമിത്തം ആദവും ഹവ്വയും വ്യക്തിപരമായൊരു പാപം ചെയ്തു. ഈ പാപം മനുഷ്യ പ്രകൃതിയെ ബാധിച്ചു. ഈ പ്രകൃതിയെയാണ് ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളുടെ നിബന്ധിച്ച അവസ്ഥയിൽ പിൻതലമുറകളിലേക്ക് സംക്രമിപ്പിക്കേണ്ടിയിരുന്നത്. ഇത് ആദവും ഹവ്വയും മാത്രം ചെയ്തൊരു കാര്യമല്ല. നമ്മൾ അപ്പുറത്ത് വായിച്ചത് 408-ാം ഖണ്ഡിക വായിച്ചതുപോലെ ഉത്ഭവപാപത്തിൻ്റെ അനന്തരഫലങ്ങളും അതോടൊപ്പം സർവ്വമനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവനും ഒരു പാപ അവസ്ഥ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദവും ഹവ്വയും പാപം ചെയ്തു. ഈ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. 1857-ാമത്തെ ഖണ്ഡികയിൽ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. 1857-ാം ഖണ്ഡികയിൽ ഒരു പ്രവൃത്തി പാവമാകണമെങ്കിൽ 3 കാര്യം വേണം. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? അറിവോടെ, സമ്മതത്തോടെ ചെയ്യുന്ന പ്രമാണ ലംഘനമായിരിക്കണം, പ്രമാണം ലംഘിക്കപ്പെടണം, അറിവോടെ ആയിരിക്കണം, സമ്മതത്തോടെ ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ എന്തുമാത്രം ഗൗരവമാകുന്നുവോ അതനുസരിച്ച് പാപവും മാരകമാകും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇല്ലാത്തടത്ത് പാവമില്ല. അപ്പം ആദത്തിൻ്റെ പാവം, ഹവ്വയുടെ പാവം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് മാത്രമേ പാപമാകുന്നുള്ളൂ, മറ്റുള്ളവർക്ക് പാപമല്ല. കാരണവന്മാരാരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തി മക്കൾക്ക് പാപം അല്ല, മറിച്ച് ആ പാപം വഴി ഒരധപ്പതിച്ച പ്രകൃതം ആ മാതാപിതാക്കന്മാരിൽ ഉണ്ടാകുന്നത് അവർ പ്രജനനത്തിലൂടെ പകർന്നു കൊടുക്കുന്നു എന്നാണ്. പ്രജനനത്തിലൂടെ നമ്മൾ സഭയുടെ മതഗ്രന്ഥം ഇങ്ങനെ എഴുതുകയാണ്, പ്രജനനത്തിലൂടെ, അതായത് ഉത്ഭവവിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ സംപ്രദാനത്തിലൂടെയാണ് ഈ പാപം സമസ്ത മാനവരാശിയിലേക്കും സംക്രമിക്കുന്നത്. തന്മൂലം സാധർമ്മിക അർത്ഥത്തിൽ മാത്രമാണ് ഉത്ഭവപാപത്തെ പാപമെന്ന് നാം വിളിക്കുന്നത്. പ്രവർത്തിച്ച പാപം അല്ല ഇത്, പ്രത്യുത പകർന്നു കിട്ടിയ പാപമാണ്. ഇതൊരു അവസ്ഥാവിശേഷമാണ്, പ്രവൃത്തിയല്ല. ഉത്ഭവപാപം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും പ്രവർത്തിച്ച പാപമല്ല, മറിച്ച് ഒരവസ്ഥാവിശേഷം നമുക്ക് കാരണവന്മാർ വഴി പ്രജനനത്തിലൂടെ തലമുറകളിലൂടെ നമ്മിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. അത് ആദത്തിൻ്റെ ഹവ്വയുടെയും പാപം വഴി അവർ മക്കളിലേക്ക് അധപതിച്ച പ്രകൃതി പകർന്നു കൊടുത്തു. പിന്നീട് വന്ന തലമുറയിൽ കായേൻ കൊലപാതകം ചെയ്തു. അപ്പോൾ കായേൻ്റെ മക്കളിലേക്ക് ആദത്തിൻ്റെ ഹവ്വയുടെ അനുസരണക്കേടിന് പുറമേ കായേൻ ചെയ്ത കൊലപാതകത്തിൻ്റെയും വെറുപ്പിൻ്റെയും ആ പാപ അവസ്ഥയും കൂടെ കായേൻ പകർന്നു കൊടുത്തു. അങ്ങനെ പിന്നീടുള്ള ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിലെ വ്യക്തിപരമായ പാപങ്ങളും കൂടെ ചേർത്ത് മനുഷ്യ മക്കളിലേക്ക്, തലമുറകളിലേക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ വന്നിരിക്കുന്ന ഒരവസ്ഥാവിശേഷം, അതാണ് ലോകത്തിൻ്റെ പാപം എന്ന് ഇവിടെ കത്തോലിക്കാസഭയുടെ മതഗ്രന്ഥം വ്യക്തമാക്കുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ തലമുറകളിലൂടെ കടന്നു വരുന്ന തിന്മയുടെ സ്വാധീനമെന്ന് പറയുന്നത്
നമുക്ക് ആർക്കും നിഷേധിക്കാനായിട്ട് സാധിക്കത്തില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ചിന്ത വരാം, ചിലപ്പോൾ നമ്മൾ കാരണവന്മാർ പാപം ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് മക്കൾ എന്തിനാണ് സഹിക്കുന്നത്? മക്കൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ടോ? കാരണവന്മാർ ചെയ്ത പാപത്തിന് കാരണവന്മാർക്കാണ് ഉത്തരവാദിത്വം, ചെയ്യുന്ന ആൾക്കാർക്കാണ്, മക്കൾക്ക് ഉത്തരവാദിത്വമില്ല. പക്ഷേ അവർ പ്രജനനത്തിലൂടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. അതുമാത്രമല്ല, മാനസിക കഴിവുകളുണ്ട്, ബൗദ്ധിക കഴിവുകളുണ്ട്. അതിനുമപ്പുറം ശാരീരിക സവിശേഷതകളുണ്ട്. ശരീര പ്രകൃതം, സംസാര രീതി, ചിന്താരീതി, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഓരോ വ്യക്തിയും 50% നേച്ചർ, 50% നെർച്ചർ ആണെന്ന് പറയും. പാരമ്പര്യവും പരിസ്ഥിതിയും സാഹചര്യവും ഇതൊരു സൃഷ്ടിയാണ്. അപ്പോൾ 50% നമുക്ക് പകർന്നു കിട്ടിയതാണ്. അതിൽ പകർന്നു കിട്ടുന്ന ഈ പാപ സ്വാധീനം അത് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പാപ അവസ്ഥയും നീക്കാനാണ് ഈശോ വന്നത്. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാനായിട്ടാണ് ദൈവത്തിന് പ്രത്യക്ഷനായത് എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ, ആ പിശാചിൻ്റെ പ്രവൃത്തിക്ക് ഈ 3 തലത്തിലേക്കുള്ള സ്വാധീനം കിടക്കുന്നു. ഇത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിപരമായ ഉള്ളത്തിൽ, ജീവിതത്തിൽ, ആന്തരികമായി സഭയുടെ മതബന്ധം വ്യക്തമാക്കുന്നുണ്ട്. പരസ്പര ബന്ധങ്ങളിൽ അത് പ്രകടമാക്കുന്നുണ്ട്. ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളുടെ ആവതും ഭാവ്യ തമ്മിൽ ബന്ധവും. വീണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ തിന്മ പതിയുന്ന അനുഭവം നമ്മളതേപ്പറ്റി ഗൗരവമായിട്ട് ആഴപ്പെട്ട് ഈ നാളിൽ ചിന്തിച്ചതാണ്. 3-ാമത്തേത് തലമുറകളിലേക്ക് അത് കടന്നു വരുന്നു. ഇത് നമുക്ക് അല്പം കൂടെ ഗൗരവത്തിലെടുക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടായ ഈശോ നീക്കേണ്ടതായ പിശാചിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല ഉള്ളത്, നമ്മുടെ വസ്തുവകളിൽ മാത്രമല്ല ഉള്ളത്, നമ്മുടെ തലമുറകളിലുമുണ്ട്. നമ്മുടെ പിതാവ് മകന്മാരിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. അവരിൽ കടന്നു കയറി നമ്മിലേക്ക് ദുസ്വാധീനമായിട്ട് ഒഴുകി ഇറങ്ങുന്ന തിന്മകളെയും നമ്മൾ ഈശോയുടെ പരിഹാര ബലിയിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒന്നും ഈശോ ഏറ്റെടുക്കില്ല. ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടാണ് അവിടുന്ന്. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കുടുംബത്തിൽ അവിടുന്ന് പ്രവേശിച്ച് ബലമായിട്ട് ആ കുറവുകളെയും പോരായ്മകളെയും ഏറ്റെടുത്ത് നീക്കുകയില്ല. നമുക്കിതേക്കുറിച്ച് കുറേ കൂടി ആഴമായിട്ട് വരും സെഷനുകൾ നമുക്ക് പരിചിന്തന വിഷയമാക്കാം. നമുക്കൊരു നിമിഷം ഇപ്പോൾ തിരുസന്നിധിയിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ഉയർത്താം. കർത്താവായ ഈശോയെ, ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണല്ലോ അങ്ങ്. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുവാനായിട്ടാണ് അങ്ങ് ഭൂമിയിലേക്ക് വന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പിശാചിൻ്റെ പ്രവൃത്തി പാപത്തിലൂടെയാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ആദ്യ പാപം ഉണ്ടായപ്പോൾ തന്നെ 3 തലത്തിൽ അതിനുള്ള അനന്തര ഫലങ്ങൾ, ഭവിഷ്യത്തുകൾ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. വ്യക്തിപരമായ തലത്തിലും ഭൗതിക തലത്തിലും തലമുറകളിലേക്കും നീയും സന്തതിയും തമ്മിലും. സന്തതികൾ പാപം ചെയ്തില്ല എങ്കിൽ പോലും സന്തതികളിലേക്ക് ഈ ഒരവസ്ഥ കടന്നു വരുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പൈശാചികമായ സ്വാധീനങ്ങൾക്ക് വഴി തുറന്നു കൊടുത്തുകൊണ്ട് കിടക്കുന്ന ഈ 3 തലങ്ങളെയും അങ്ങയുടെ ബലിയിലേക്ക് ചേർത്ത് വെക്കാനുള്ള വ്യക്തതയും ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ. ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. തിരുവചനം ഞങ്ങൾക്ക് വാക്ക് തരുന്നല്ലോ. ഞങ്ങളുടെ വ്യക്തിപരമായ പാപങ്ങളുടെ മേഖല എന്താ ഞങ്ങൾ ഏറ്റു പറഞ്ഞു കൊള്ളാം. ഞങ്ങളുടെ വീടും പറമ്പും പരിസരങ്ങളും അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങൾ വിടുതലിലേക്ക് എത്തിച്ചു കൊള്ളാം. ഒപ്പം ഞങ്ങളുടെ തലമുറകളിൽ പുറകിലോട്ടും മുൻപിലോട്ടും നോക്കിക്കൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ സ്പർശനം അങ്ങയുടെ ബലിയിൽ നിന്ന് അവിടേക്ക് നേടിക്കൊടുക്കുവാനുള്ള ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞങ്ങളെ കൂടുതലായിട്ട് പഠിപ്പിക്കണമേ. കർത്താവായ ഈശോയെ, നിങ്ങളുടെ വിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസന് അങ്ങ് അരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗമൺ മൗണ്ടിനബ ധ്യാനകത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കാര്യം കൊടുത്ത ദാസൻ ആശീർവദിക്കുന്നു. അങ്ങയുടെ ദൈവികരാജ്യ രഹസ്യങ്ങൾക്ക് കാതുകൊടുത്ത് വിശ്വാസപൂർവ്വം അവയെ സ്വീകരിച്ച് അങ്ങയുടെ കൃപാവരം നിറവനായിട്ട് ഉള്ളു തുറന്ന് കാത്തായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ കൃപ ഈ നിമിഷം ഒഴുകി നിറയട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യസഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.